الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ കഠിനമായ അധ്വാനങ്ങളും പരിശ്രമങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ റമദാനിന്റെ ഒരു മാസം നമ്മൾ നിർവഹിച്ചത്. അതിൽ നമ്മൾ അനുഭവിച്ച ക്ഷമയും ത്യാഗവും അധ്വാനവും പരിശ്രമങ്ങളുമൊന്നും നമുക്ക് മറക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ചൈതന്യത്തെ നിലനിർത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അതിൽ നമ്മുടെ മനസ്സ് വ്യതിചലിച്ചു പോകുമ്പോൾ അവിടെ തന്നെ പിടിച്ചു നിർത്തുവാനുള്ള പരിശ്രമങ്ങളിലുമാണ് യഥാർത്ഥത്തിൽ ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മളുള്ളത്. സത്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായി അങ്ങനെ നമ്മുടെ ഒരു മനസ്സിന്റെ ആത്മീയതയെ, ഭക്തിയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നാണ്. ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ വളരെ ത്യാഗപൂർണമായി ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ചൈതന്യത്തെ നിലനിർത്താൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. അത് നമസ്കാരം തന്നെയാണ്. ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിരന്തരം ചെയ്യുന്ന ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധന എന്ന നിലക്ക് അതിനെക്കുറിച്ച് നാം ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് നിസ്കാരം എന്ന് പറഞ്ഞു. ഇപ്പൊ റമദാനിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും ഏറ്റവും അധികം നമ്മൾ ചെയ്ത നിസ്കാരം തന്നെയാണ്. രാത്രി ഇത്ര ദീർഘമായി നിസ്കരിച്ച, മുടങ്ങാതെ രാത്രി നിസ്കരിച്ച ഒരു കാലം നിസ്കാരം തന്നെയല്ലേ രാത്രി നിസ്കാരം. പകൽ സന്ദർഭങ്ങളിലാണെങ്കിൽ ജമാഅത്തായി നിർവഹിക്കുവാനും സുന്നത്തുകളൊക്കെ റവാത്തിബുകളൊക്കെ നിർവഹിക്കാനൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളതാണ്. ഒരു സത്യവിശ്വാസി വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒട്ടധികം കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാമത് പറഞ്ഞത് നിസ്കാരമാണ്. പക്ഷെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. ഇത് ഭക്തിയോടുകൂടെ നിർവഹിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരുടെയും നമസ്കാരം ഫലപ്രദമായി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡം എന്താന്ന് വെച്ചാൽ അത് ആസ്വാദകരമായി ചെയ്യാൻ കഴിയാന്നുള്ളത്. നിസ്കാരത്തെ നമ്മൾ ആസ്വദിക്കാം.
നമ്മളത് ആസ്വാദകരമാക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗങ്ങൾ അങ്ങനെയാണ്. അരിഹ്നാ ബിഹയാ ബിലാൽ എന്നാ ബിലാലിനോട് പറഞ്ഞു. ഒരു റാഹത്ത്, ഒരു മനസ്സന്തോഷവും ഒരു വിശ്രമവും ഒരു ആശ്വാസവും തരൂ, അതിനുവേണ്ടി നീ ബാങ്ക് കൊടുക്കൂ, ഇഖാമത്ത് കൊടുക്കൂ എന്നാ പറഞ്ഞു. ഖുർറത്തു ഐനി ഫിസ്സലാത്ത്. എന്താ ഖുർറത്തു ഐൻ? കൺകുളിർമ പറഞ്ഞാൽ എന്താ? കൺകുളിർമ എന്ന് പറഞ്ഞാൽ കണ്ണിന് ആനന്ദകരമായ ഒരു കാര്യം കണ്ടപ്പോ ഇങ്ങനെ നോക്കി നിൽക്കണേ. എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതിയാവാത്ത സന്തോഷം, അതാണ് കൺകുളിർമ എന്നാണ്. അതിങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്വാദനം, കണ്ട് ആസ്വദിക്കുക. അപ്പൊ മനസ്സിനുണ്ടാകുന്ന ആ അവർണ്ണനീയമായ ഒരു സന്തോഷം അത് നിസ്കാരം കൊണ്ട് കിട്ടണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം. സുഹൃത്തുക്കളെ, അതൊരു ജിഹാദാണ്. പല പണ്ഡിതന്മാരും നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് സലാം വീട്ടുന്ന വരെ ഉണ്ടല്ലോ, അതൊരു ജിഹാദാണെന്നാണ്. ശരിക്കും ഒരു വലിയ ത്യാഗമാണ്. കാരണം ആ ഒരു കുറഞ്ഞ സമയം ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും ഇടപെടാനും ഒക്കെയുള്ള നമ്മള് എല്ലാം മാറ്റിവെച്ച് മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും മറ്റുള്ളതിൽ നിന്നെല്ലാം ഫ്രീ ആക്കിയിട്ട് അത് നിൽക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് കുറച്ച് ത്യാഗമുള്ള കാര്യം തന്നെ. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ അവർ ഭക്തിയുള്ളവർ. എന്താണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? സത്യത്തിൽ നിസ്കാരത്തിലെ ഭക്തി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹുളൂറുൽ ഖൽബ് ബൈന യദയില്ല എന്നാണ്. നമ്മൾ പടച്ചോൻ നമ്മൾ അടുത്തിങ്ങനെ വന്ന് നിൽക്കുക, അപ്പൊ പടച്ചോന്റെ മുന്നിൽ നമ്മളിങ്ങനെ നിൽക്കുക, അതാണ് ശരിക്ക്. എന്നിപ്പോ യസ്കുറുദാലിക കൽബു, അപ്പൊ അവന്റെ ഹൃദയം എന്ത് ചെയ്യും? ശാന്തമാകും. വതതബയ്യനു നഫ്സുഹു, മനസ്സ് വളരെ സമാധാനമാകും. വതസ്കുനു ഹറകാതുഹു, എല്ലാ ചലനങ്ങളും നിൽക്കും. ആ നിസ്കാരത്തിന്റെ ഇളക്കല്ലാത്ത വേറൊരു ഇളക്കമില്ലാതെ നമ്മൾ അങ്ങനെ നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ വയക്കല്ലു ഇൽത്തിഫാത്തുക, അവൻ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കൂല, വളരെയധികം ഏകാഗ്രതയോടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. മുതഅദ്ദിബൻ ബൈന യദയില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മര്യാദക്കാരനായി അച്ചടക്കത്തോടുകൂടെ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മനസാന്നിധ്യത്തോടെ ആ ചൊല്ലണവും പറയണതൊക്കെ നമ്മൾ ആലോചിച്ച് പിശാചിന്റെ ഓരോ ആലോചനകൾക്കും കീഴൊതുങ്ങാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കിട്ടാം. അപ്പൊ സത്യത്തിലായി ഇത് നിസ്കാരം ആസ്വാദകരമാകണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് ഈ ലോകത്ത് നിന്നാണ്ട് ബ്രേക്ക് ആകുകയാണ്. കുറച്ച് സമയത്ത് നമ്മൾ ഈ ദുനിയാവ് തന്നെ ഇല്ല. അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ ഇവിടെ ഇല്ലാതെയാകുക. ഇവിടെ ഇല്ലാതെ കാരണം എന്താ? നമുക്ക് ഒന്നും ആലോചിക്കണില്ല. നമ്മൾ എന്ത് വരാണ്ട്, എന്ത് പോകാണ്ട്, എന്ത് സംഭവിക്കാണ്ട് ഒന്നും ചിന്തിക്കാതെ നമ്മുടെ മനസ്സ് മുഴുവനും ആ ചെയ്യുന്ന നമസ്കാരത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറയും, ഈ ദുനിയാവിന്റെ ചിന്തകളിൽ നിന്ന് മനുഷ്യന് ഒരല്പസമയം വിശ്രമം കിട്ടിയാലേ അതോടുകൂടെ എന്താ വെച്ചാൽ മനുഷ്യന് സമാധാനം ആയി. നമുക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ ആലോചിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ലേ നമുക്കുള്ളത്. നമ്മൾ ആലോചിക്കുന്നത് കൊണ്ടുള്ള മാത്രം സമാധാനക്കേടെ ജീവിതത്തിൽ നമുക്കുള്ളൂ. ആലോചിക്കാതെ നിൽക്കാൻ ഒരു സമയം, അതാ നിസ്കാരത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിൽക്കാൻ പറ്റിയാൽ തന്നെ ആ നിസ്കാരം ആസ്വാദകരമാകും എന്നാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തത്, ഈ സ്വർഗം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്, എത്ര ആസ്വാദകരമാണ്. എന്നാ സ്വർഗം കണ്ട് കൺകുളിർമയുടെ കൂടെ സ്വർഗം കണ്ട് അതിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് നിൽക്കുന്ന ആളുകളോട് അള്ളാഹു എന്ന് ചോദിക്കാണ്, ഇതാ ദഖല അഹ്ലുൽ ജന്ന ജന്ന, എല്ലാവരും സ്വർഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാല അല്ലാഹു തബാരക വ തആല, അള്ളാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തുരീദൂന ഷൈഅൻ അസീദുക്കും, അല്ല ഇനി എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ തരേണ്ടതുണ്ടോ, അധികം എന്തെങ്കിലും ഞാൻ തരണമെന്ന് ചോദിക്കും. അപ്പൊ അവർ അള്ളാഹുവോട് തിരിച്ച് മറുപടി പറയുന്ന ഒരു കാര്യമാണ്, അലം തുബയ്യിദ് വുജൂഹന, ഞങ്ങളെ മുഖത്തേക്ക് നീ എന്ത് ചെയ്തു? സന്തോഷിപ്പിച്ചു, പ്രശോഭിതമാക്കി. അലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗത്തിൽ കേട്ടില്ലേ പടച്ചോനെ. അതേപോലെ തന്നെ ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇനിയിപ്പോ എന്താ ഞങ്ങൾക്ക് തരാനാണ്. അപ്പൊ ഫയക്ഷിഫുൽ ഹിജാബ്, അള്ളാഹുവിന്റെ ആ മറ നീങ്ങുന്നാണ്. അങ്ങനെ ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം, അപ്പൊ പടച്ചോനാണ് കാണുക. ആ പടച്ചോനെ കാണുന്നതിനേക്കാളും ആസ്വാദകരമായ ഒന്ന് സ്വർഗത്തിൽ ഇല്ല എന്നാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോ അള്ളാഹുവിനെ കാണുന്നതാണ് മനുഷ്യന് ഏറ്റവും ആനന്ദകരമെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാന്റെ അടുത്ത് നമ്മളെങ്ങനെ നോക്കി നിന്ന് അള്ളഹാനോട് വർത്താനം പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമല്ല നിസ്കാരം. അപ്പൊ നമുക്ക് ആ അനുഭവം വേണ്ടെന്ന പണ്ഡിതന്മാർ ചോദിക്കണേ. അള്ളാഹുവിനെ കാണുന്നതാണ് ഏറ്റവും ആസ്വാദകരമെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ ആനന്ദം വരണ്ടേ. അതുകൊണ്ടാണ് അത്രയും നമസ്കാരം ഖുറത്തു അയ്നാന്ന് പറഞ്ഞത്. നമസ്കാരം ഏറ്റവും അധികം സന്തോഷം നൽകുമെന്ന് പറയാൻ കാരണം നമ്മൾ അള്ളാന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് അത് ഉണ്ടാവണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കൺകുളിർമ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നിസ്കാരം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ
നമ്മൾ വളരെ സജീവമായി നിർവഹിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല സംഗതി. നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ അള്ളാഹുവോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതാണ് ഖസ്സംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി. നിസ്കാരം നമ്മളത് ഒറ്റയ്ക്കല്ല, പകുതി ഞമ്മക്കും പകുതി പടച്ചോനാണ് ആ നിസ്കാരം നിർവഹിക്കുന്നത്. അത് പകുതി പടച്ചോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലിയ ഓരോ വാക്ക് നമ്മൾ പറയുമ്പോഴും അള്ളാഹ് നമുക്ക് മറുപടി പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും ഹമിദനി അബ്ദി എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളിതൊക്കെ ചൊല്ലണ സമയത്ത് അള്ളാഹ് ഇതിനൊക്കെ മറുപടി പറയുന്നുണ്ടെന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് എങ്ങനെ അശ്രദ്ധമാകാൻ പറ്റുക? അത് അള്ളഹാനോട് പറയാന്ന് തോന്നുമ്പോൾ അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തി എന്ന് പറയും. മാലിക് യൗമിദ്ദീൻ നമ്മൾ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി എന്ന് പറയും. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ നമ്മൾ ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണെന്ന് പറയുന്നതാണ്. അപ്പൊ സത്യത്തിൽ അള്ളാഹുവോട് സംസാരിച്ച് അള്ളാഹ് മറുപടി പറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആസ്വാദകരമാണ് സുഹൃത്തുക്കളെ. പിന്നെ ഈ മനസ്സിന് ആനന്ദകരവും ആസ്വാദനകരവും ഉണ്ടാവണം എന്നാ പറഞ്ഞത്. നിസ്കാരത്തിൽ ഉണ്ടാകണില്ലെങ്കിൽ നിസ്കാരത്തിൽ എന്താ കുഴപ്പമുണ്ട് സുഹൃത്തുക്കളെ? അത് കിട്ടുന്നുണ്ടെങ്കിൽ നിസ്കാരത്തെക്കാളും പ്രിയപ്പെട്ട എന്തെങ്കിലും നമുക്കുണ്ടാവുമോ? അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടാത്ത, ഉറങ്ങുമ്പോൾ കിട്ടാത്ത ഒരു സന്തോഷം നിസ്കരിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഈ നിസ്കാരത്തെക്കാളും പ്രധാനമായി മറ്റെന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് അള്ള തന്ന വലിയൊരു നന്ദി പറയേണ്ട അനുഗ്രഹമായിട്ടാണ് നിസ്കാരത്തെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ആസ്വാദനത്തിന്റെ മൂന്നാമത്തെ കാരണം തരങ്ങൾ മനസ്സ് തുറന്ന് പറയാന്നുള്ളതാണ്. നിസ്കാരത്തിന് നമ്മുടെ ഹൃദയം തുറന്ന് പറയാൻ. ഹൃദയം തുറന്ന് പറയുമ്പോൾ അതൊരു അനുഭവം തന്നെയല്ലേ നമുക്ക്. ആരെങ്കിലും ഒരാളെ നമ്മുടെ രഹസ്യങ്ങൾ ചോർന്നു പോകാത്ത ഒരാളോട് നമ്മുടെ എല്ലാ സ്വകാര്യതകളും സങ്കടങ്ങളും പറയാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് അയാൾ നിർത്തുമോ? നമ്മൾ ഇനി മതി എന്ന് പറഞ്ഞാൽ നിർത്തുമോ? അയാളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവോട് തുറന്ന് മനുഷ്യൻ ഒറ്റയ്ക്ക് വർത്താനം പറയാണ്. ഇതാ ഇന്ന അഹദക്കും ഇതാ കാമ യുസല്ലി ഇന്നമാ യുനാജി റബ്ബഹു. ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ അവന്റെ റബ്ബിനോട് സ്വകാര്യമായി വർത്തമാനം പറയുകയാണ്. ഫൽയൻദുർ കൈഫ യുനാജിഹി. അപ്പൊ അവൻ ചിന്തിക്കണം, ഞാൻ എന്റെ പടച്ചവനോട് എന്താ പറയണത്, എന്താ ഞാൻ സംസാരിക്കണത് എന്ന് അവൻ ആലോചിച്ച് പറയണം എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, എന്തായാലും അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു കാര്യമാണ്. ഭക്ഷണത്തിനൊരു ആസ്വാദനമല്ലേ നമുക്ക്, അല്ലേ? അത് മനുഷ്യനൊരു ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ലേ അത്? അടുത്ത നേരത്തൊരു ഭക്ഷണത്തിന് വേണ്ടി നമ്മളെ ക്ഷണിക്കുക, നമ്മളതിന് പോവുക, അല്ലെങ്കിൽ അടുത്തൊരു സമയമാവുക, ഒരു ചായ കുടിക്കാൻ ഒന്ന് പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ അതിലൊരു ആസ്വാദനം എന്തായാലും കാണുന്നില്ല. സത്യത്തിൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാൽ ആത്മാവിന്റെ ഭക്ഷണമാണ് നമസ്കാരം എന്നാണ്. ആത്മാവിന് കൊടുക്കുന്ന, നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ കൊടുക്കുന്ന ഒരു ആസ്വാദനമാണ് ആത്മാവിന്റെ ഭക്ഷണം. റുക്കുവും സുജൂദൊക്കെ ഒന്ന് ശരിക്ക് ധൃതി കൂട്ടാതെ ബേജാറാകാതെ ഒന്നൊരു അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ സാവകാശം എടുത്ത് ചെയ്യും. ഈ റുക്കൂ സുജൂദ് നേരെ ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, അവര് ഒരു വിശക്കുന്നവനെ പോലെയാണെന്നാണ്. ലാ യഅ്കുലു ഇല്ല തംറ വതംറതൈനി ലാ തുഗ്നിയാനി അൻഹു ശൈഅൻ എന്നാണ്. അവന് ഒന്നോ രണ്ടോ കാരൊക്കെ തിന്നാ മനുഷ്യന് എന്തേലും ആവൂ. അതേമാതിരി നിസ്കാരൊക്കെ ഇങ്ങനെ പിശുക്കി നേരെ സുജൂദും റുക്കുവൊന്നും ഇല്ലാത്തവന് ആത്മാവിനൊന്നും ആ നിസ്കാരത്തിൽ നിന്ന് കിട്ടൂല എന്നാണ്. അപ്പൊ നമ്മുടെ ആത്മാവിന് കിട്ടണമെങ്കിലും എന്ത് വേണം തരാം? കുറച്ചു നേരം സുജൂദിലൊന്നിങ്ങനെ അടങ്ങി കിടക്കണം, റുക്കുവിലൊന്നിങ്ങനെ നിൽക്കണം. മനസ്സിലായി? ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടോ പോവാണ്ട് എന്നുള്ള ബേജാറിലും ധൃതിയിലുമാണ് പലപ്പോഴും നിസ്കാരം. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി 5 മിനിറ്റ് എന്തായാലും ചെലവാക്കി അത് നിസ്കാരത്തിന് കൊടുക്കുക എന്ന് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുമ്പോഴേ അതുണ്ടാവുള്ളൂ എന്നാണ്. കാരണം ആ ആത്മാവിനുള്ള ഒരു പോഷണമാണ് നിസ്കാരമെന്ന് ഖുർആൻ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നബിയെ, അവർ നിന്നെ പറ്റി പറയുമ്പോൾ നിന്റെ മനസ്സിന് വിഷമം ഉണ്ടാവുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ തസ്ബീഹ് ചെല്ലുക, അള്ളാനെ പ്രകീർത്തിക്കുക, സുജൂദ് ചെയ്യുക. അപ്പൊ ഈ പറയുന്ന ആൾക്കാരുണ്ടാക്കുന്ന വിഷമങ്ങളൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോവും, നിന്റെ ആത്മാവിന് സൗഖ്യം ലഭിക്കും, നിന്റെ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് അള്ളാഹു പരിഹാരമായി പറയുന്നുണ്ട്. മാത്രമല്ല, നിസ്കാരം ആസ്വാദനമാണ് എന്ന് പറയുന്നതിന് മറ്റൊരു തലം കൂടെ ഉണ്ട്. കാരണം അസ്വലാത്തു നൂറുൻ എന്ന ഹദീസിലുണ്ട്. ഇത് അസ്വലാത്തു നൂറ് എന്ന് പറഞ്ഞാൽ നമസ്കാരം വെളിച്ചമാണെന്ന്. വെളിച്ചം എല്ലാറ്റിനും പറയും. പേടില്ലാതിരുന്നാൽ അത് വെളിച്ചമാണ് സുഹൃത്ത്. പാപമില്ലാതിരുന്നാൽ അത് വെളിച്ചമാണ്. മനസ്സിന് ബേജാറില്ലാതിരുന്നാൽ അത് വെളിച്ചമാണ്. പേടില്ലാതിരുന്നാൽ അത് വെളിച്ചമാണ്. മനസ്സിന്റെ എല്ലാ അനുകൂലാവസ്ഥകൾക്കും വെളിച്ചമെന്ന് പറയാം. മനസ്സിന്റെ എല്ലാ പ്രതികൂലാവസ്ഥകളെയും നമുക്ക് ഇരുട്ടെന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ആ വെളിച്ചം നിസ്കാരം കൊണ്ട് കിട്ടുന്നതാണ്.
വസ്സലാത്തു നൂർ. നബി പറയാറുണ്ട്, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്, നമസ്കാരം എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചമാണ് എന്നാണ്. അതുകൊണ്ട് ആ നിസ്കാരം ശരിക്കും നിർവഹിച്ചത് ഫലവത്തായിട്ട് പോവുകയാണെങ്കിൽ ആ ഹൃദയത്തിലൊരു വെളിച്ചം എങ്ങനെ ഉണ്ടാവും? എന്താ വെളിച്ചം? അൽക്കഹഫ് സൂറത്ത് ഓതിയാൽ ഒരാഴ്ച വെളിച്ചം കിട്ടുന്നുണ്ട്. ഒരാഴ്ച ഓതാത്ത ഒരാഴ്ച പോലെ അതുപോലെ ഓതിയ ഒരാഴ്ചയാണ്. നമ്മൾ ഒരാഴ്ച ഓതിയിട്ടുണ്ടെങ്കിൽ ആ ഒരാഴ്ച ഉണ്ടാകുന്ന മാനസികാവസ്ഥയും ഓതാത്ത ഒരാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിസ്കാരം ഫലപ്രദമായി ചെയ്തവന്റെ മാനസികാവസ്ഥയും നമസ്കാരം ഫലപ്രദമായി ചെയ്യാത്തവന്റെ മാനസികാവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അതിന്റെ അർത്ഥം. നമ്മുടെ മനസ്സിക്ക് ഒരു വെളിച്ചം കയറും എപ്പോ നമ്മൾ ശരിയായത് ചെയ്താൽ എന്നാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഒന്ന് വെറുതെ സുഹൃത്തുക്കളെ, ഈ കഠിനമായ ചൂടുള്ള സമയത്തൊക്കെ ഈ ചൂട് കൊണ്ട് നമ്മളിങ്ങനെ ഇടങ്ങാറാവുമ്പോൾ ഒന്ന് ബാത്റൂമിൽ കയറി ഒരു ബക്കറ്റ് വെള്ളം പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കുറച്ചേരത്തേക്കുള്ള ഒരു സമാധാനം, സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാകും. ശരിക്കും അള്ളാഹുവിന്റെ റസൂൽ അതിന് അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞില്ലേ, ആ നദിയെക്കുറിച്ച് ആഴവും പരപ്പൊക്കെ ഉള്ള നദിയിൽ ഇറങ്ങിയിട്ട് 5 നേരം കുളിക്കുകയാണെങ്കിൽ വല്ല അഴുക്കും ഉണ്ടാവും. കാരണം മനസ്സിനെങ്ങനെ ശുദ്ധീകരിക്കണം. ഈ കുറ്റബോധം കൊണ്ട് വിഷമിച്ച് ജീവിക്കണം. നമ്മളൊക്കെ അപ്പോഴിപ്പോഴൊക്കെ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇടങ്ങേറായി, അതെന്താവോ, എന്ത് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഈ മനസാക്ഷി കുത്തില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ഇതൊക്കെ നിസ്കാരം കൊണ്ട് തീരുന്ന പണം. നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനുഷ്യനിൽ നിന്ന് എന്ത് ചെയ്യും? ആ പാപങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? കൊഴിഞ്ഞു പോകുന്നതാണ്, ഒതെടുത്താൽ പോകുന്നതാണ്. ഒതെടുക്കുന്ന സമയത്ത് മനുഷ്യൻ ശരിയായി ഒതെടുത്താൽ ചെയ്യും, നിസ്കരിച്ചാൽ നമുക്ക് പോകും. അപ്പൊ തെറ്റുകളൊക്കെ പുറത്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാ പറയുന്നത്. മാത്രല്ല നമ്മളിങ്ങനെ എഡങ്കേറാകുണ്ടല്ലോ, നമ്മളെ നിയന്ത്രിക്കാൻ അതൊക്കെ നിസ്കാരം നിയന്ത്രിച്ചോളും. ഇന്ന സ്വലാത്ത് തൻഖാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മകളിൽ നിന്നൊക്കെ ഒരു കൺട്രോള് നിസ്കരിക്കണോന്ന് കിട്ടും. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്തുവാണെന്ന് അറിയോ? ഞാൻ ഈ പറഞ്ഞ മാതിരി ആസ്വാദകരമായ നിസ്കാരമാവണം. കടമക്കും വിഷമിച്ചു, ളുഹർ കഴിഞ്ഞപ്പോ അസറായോ, അസർ കഴിഞ്ഞപ്പോ മഗ്‌രിബായോ എന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ആലോചിക്കുന്ന ഒരാൾക്ക് നിസ്കാരത്തെക്കുറിച്ച് എന്താ ആസ്വാദനം ഉള്ളത്? ആ ആസ്വദിച്ച് നിസ്കരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കുന്നതാണ്. പിന്നെ ആലോചിച്ച് നോക്കും നിങ്ങൾ, എന്തപ്പോ എനിക്കിപ്പോ സ്വർഗം കിട്ടുമോ എന്ന് വെറുതെ നമ്മളെ മനസ്സിടക്ക് ചോദിക്കൂലേ സുഹൃത്തുക്കളെ? മരണത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോ സ്വർഗം കിട്ടുമോ? ആ സ്വർഗം കിട്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അഖ്ബിർനി ബി അമലിൻ അഅമലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന. അല്ലാഹു എന്നെ സ്വർഗത്തിൽ കൊണ്ടു കേറ്റുന്ന ഒരു പ്രവൃത്തി എനിക്കൊന്ന് പറഞ്ഞു തരൂ റസൂലേ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്. ഔ ബി അഹബ്ബിൽ അഅമാലി ഇലല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി എനിക്ക് പറഞ്ഞു തരൂ എന്നാണ്. അപ്പൊ നബി പറഞ്ഞു, അലൈക ബികസ്റത്തി സുജൂദ്, നീ സുജൂദിനെ വർദ്ധിപ്പിക്കുക. സുജൂദിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ നിസ്കാരം വർദ്ധിപ്പിക്കണം. കുറെ നിസ്കരിക്കുമ്പോഴാണ്, 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 4 സുജൂദ് കിട്ടും. 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 8 സുജൂദ് കിട്ടും. അപ്പൊ സുജൂദ് വർദ്ധിപ്പിക്കാൻ എന്താണ്? നിസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നീ അള്ളാഹ്ക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ, അല്ലാഹു ഒരു പദവി നിനക്ക് ഉയർത്തിത്തരും. വഹത്ത അൻക ബിഹാ ഖതീഅ, നിന്റെ ഒരു തെറ്റ് അള്ളാഹു നിന്നിൽ നിന്നും മായ്ച്ചു കളയും. ഇമാം മുസ്ലിമിന്റെ ഹദീസാണത്. അപ്പൊ അത്ര നമുക്ക് എനിക്ക് സ്വർഗം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റിയൊരു കാര്യമാണ് എന്ത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ നിസ്കാരം ഓരോ ദിവസങ്ങളിലും എത്ര കണിശമായി നമ്മൾ നിർവഹിക്കണം. അതിനെ നല്ല സംരക്ഷിക്കും. നമുക്ക് കുറേ പേടിയില്ലേ സുഹൃത്തുക്കളെ? അവിടെ പോയാൽ ഉണ്ട്, ആ വണ്ടി ആക്സിഡന്റ് ആകും, അത് അങ്ങോട്ട് പോകും, കുട്ടി ഇപ്പൊ വണ്ടിയിൽ പോയി ഇനി എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ അല്ലെങ്കിൽ നിസ്കരിക്കണോടൊന്നും പറ്റൂല. കാരണം നിസ്കരിക്കേണ്ട അപകടമൊന്നും ഉണ്ടാവില്ല എന്നല്ല, നിസ്കരിക്കുന്നവൻ അള്ളാഹുവിന്റെ ഒരു കാവലുണ്ട്. പ്രത്യേകിച്ച് സുബഹിസ്കരിക്കുന്ന ആൾ ദിമ്മത്തില്ല എന്നാണ്. അപ്പൊ സുബഹിക്ക് പള്ളിയിൽ പോയി വന്നാൽ നമ്മൾ അന്നത്തെ ദിവസം സേഫായി സുരക്ഷിതമായി എന്നതിനാണ്. അപ്പൊ നിസ്കാരം മതിയിലെ സുഹൃത്തുക്കളെ, അങ്ങനെ തോന്നില്ല ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക്? നിസ്കാരം അത് നിങ്ങൾക്ക് മര്യാദക്ക് കൊണ്ടുനടന്നാൽ എന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും എന്നല്ലേ ഈ ആയത്തുകളും ഹദീസുകളൊക്കെ നമ്മളോട് പറയണത്. പിന്നെ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിസ്കാരത്തിന്റെ ഉള്ളിൽ മാത്രം ആലോചിച്ചാൽ മതി. പടച്ചോനെ കുറിച്ചൊരു എത്രമാത്രം നമ്മുടെ അറിവുണ്ടോ ആ അറിവിനനുസരിച്ച് ഭക്തി കൂടും. കാരണം നമ്മുടെ അള്ളാന്റെ മുമ്പിൽ നിൽക്കുക, അള്ളാനെ കുറിച്ചുള്ള അറിവുണ്ടല്ലോ, അത് അള്ളാന്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ അറിവിനനുസരിച്ചുള്ള ഭക്തിയും തഖ്വയൊക്കെ നമുക്ക് കൂടും. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക, അറിയാന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ നിൽക്കുക. ഒരു മാസത്തെ റമദാൻ എത്ര ത്യാഗപൂർണമായി നിർവഹിച്ചു സുഹൃത്തുക്കൾ. അതിന് നമ്മുടെ മനസ്സ് മാറിപ്പോകുമ്പോൾ നമുക്കൊരു പരിഹാരം കിട്ടിയിരിക്കണത് നിസ്കാരം. അത് എന്തായാലും അത് മര്യാദക്ക് നിർവഹിച്ചാൽ അതിലാണ് നമ്മുടെ അവ്വലുമായി യുഹാസബുൽ അബ്ദു, ആദ്യം ഒരടിമ വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാകുന്നു നമസ്കാരം എന്ന് പറഞ്ഞാൽ. അത് മീസാനാണ്.
നിസ്കാരം ഭക്തിയായി കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയിലൊന്നും അയാൾക്ക് ഉദാസീനത ഉണ്ടാവില്ല. ബാക്കിയുള്ളതിലെല്ലാം ഉദാസീനത കാണിക്കുന്ന ഒരാളെ നിസ്കാരം മര്യാദക്ക് കൊണ്ടെടുക്കുക എന്നുള്ളതും നടന്നോളണമെന്നില്ല. എന്നല്ല, ഒരു വ്യക്തിയുടെ ദീനിനെ അളക്കുന്ന മീസാൻ എന്ന് പറഞ്ഞാൽ അത് നമസ്കാരമാണ്. അതുകൊണ്ട് വളരെ കണിശമായി നിസ്കാരത്തിന് എനിക്ക് എങ്ങനെയെല്ലാം നമസ്കാരത്തെ എനിക്ക് മെച്ചപ്പെടുത്താൻ പറ്റൂ അതിന് നമ്മൾ പരിശ്രമിക്കുക. ഇന്നത്തെ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭക്തിയോടെ അടുത്ത അസർ നിസ്കരിക്കാൻ പറ്റുമ്പോൾ ആലോചിക്കണം. അതിനേക്കാളും ഭക്തിയോടെ അടുത്ത മഗ്‌രിബ് നിസ്കരിപ്പറ്റി ആലോചിക്കണം. വക്തിന് ജമാഅത്തിനെത്തി മനസ്സാന്നിധ്യത്തോടെ ചൊല്ലുന്നതും പറയുന്നതും ഒക്കെ മനസ്സ് തെറ്റി പറഞ്ഞ് ആ നിസ്കാരത്തിന്റെ ഭക്തിക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ച് അത് ആത്മാർത്ഥമായി നിലനിർത്തുവാനും നമ്മുടെ കൂടെ ജീവിക്കുന്ന കുടുംബത്തിൽ വീട്ടൊക്കെയുള്ള ആൾക്കാർ നിസ്കാരത്തിൽ എത്രമാത്രം കണിശത കാണിക്കുന്നത് നിരീക്ഷിക്കുവാനും അവർക്ക് അതനുസരിച്ചുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും നമ്മുടെ കുട്ടികളെയൊക്കെ കൂട്ടി പള്ളിയിൽ വരാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമസ്കാരം ഭക്തിയോടെ നിർവഹിക്കുവാനും അതിന്റെ ആസ്വാദനവും ഫലവും ഇഹലോകത്തും പരലോകത്തും ഖബറിലുമെല്ലാം അനുഭവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുക. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ നമ്മൾ ഏറ്റവും അധികം നിസ്കാരത്തിന്റെ വലിയൊരു സമയം നമ്മൾ ചെലവഴിക്കുന്നത് ഖുർആൻ പാരായണത്തിനാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരം ദീർഘിപ്പിക്കാറുണ്ട്. അപ്പൊ എന്താ, സുബഹിസ്കാരം കുറച്ചധികം സമയം ഉണ്ടാവും. ആ സമയം ദീർഘിക്കണം എന്തുകൊണ്ടാ വെച്ചാൽ സുജൂദോ റുക്കോ ദീർഘിച്ചിട്ടല്ല, ഓത്ത് ദീർഘിച്ചിട്ടാണ്. അത് ഇമാമ് കുറച്ച് അധികം ഓതുമ്പോൾ നിസ്കാരം 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ ആവും. അപ്പൊ നമസ്കാരത്തിൽ നമ്മൾ ഏറ്റവും അധികം പാരായണം ചെയ്യുന്നത് ഖുർആൻ തന്നെയാണ്. ഫാത്തിഹ സൂറത്ത് നമ്മൾ എല്ലാ റക്അത്തിലും ഓതും. ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആൻ പഠിക്കണമെന്ന് നമ്മൾ എത്രയോ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരു ഗുരുനാഥന്റെ മുന്നിലിരുന്ന് പഠിക്കുക തന്നെയാണ്. അതുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നവനും ഹൈറുക്കുമൻ തഅല്ലം, പഠിപ്പിച്ചു കൊടുക്കുന്നവനും പഠിക്കുന്നവനും മഹത്വമുണ്ട് എന്നാണ്. എന്താ, പഠിപ്പിച്ചു കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പരിഭാഷ വായിച്ചാൽ കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ നാടിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഇരിക്കുന്ന ഏതൊരാൾക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാവും. നാട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കും, എല്ലാവർക്കും ഉണ്ടാവും ഒരു ഖുർആൻ ക്ലാസ്. ആ ഖുർആനിനെ നമ്മൾ അവഗണിച്ച് ജീവിക്കരുത്. അള്ളാഹ് നമുക്ക് തന്ന ഒരു സന്ദേശത്തെ അറിയാൻ പോലും താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അത് ഖുർആനോടുള്ള ഒരു അവഗണനയാണ്. അതുകൊണ്ട് റമദാനൊക്കെ കഴിഞ്ഞ് ഖുർആന്റെ മാസം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒന്നപ്പോൾ എല്ലാ ലേണിംഗ് ക്ലാസ്സുകളും രണ്ടാമത് പുനരാരംഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മളെ ലേണിംഗ് ക്ലാസ് ഒക്കെ ഈ വ്യാഴാഴ്ച മുതലാണ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നത്. ഒരു അരമണിക്കൂർ സമയമാണ് ആകുള്ളത്. ഒരു ആയത്തോ 2 ആയത്തോ ഒക്കെ പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് അന്വേഷിക്കുക നമ്മുടെ പരിസരങ്ങളിൽ. എനിക്ക് ആഴ്ചക്ക് ഒരു അരമണിക്കൂർ ഖുർആൻ പഠിക്കാൻ എവിടെയാണ് സംവിധാനം ഏറ്റവും, എന്ത് തിരക്കുണ്ടെങ്കിലും ജോലിയൊക്കെ ക്രമീകരിച്ച് നമ്മൾ അതിലൊരു ഭാഗമാകാനും പരിശ്രമിക്കണം. ബാക്കിയുള്ളവരൊക്കെ പോകുന്നെങ്കിൽ നമുക്കും പോകാൻ പറ്റും. നമുക്കത് ബാധകമല്ല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അത് നമുക്ക് മനസ്സിന്റെ റബീഅ കൽബി എന്നും ഹൃദയത്തിന്റെ വസന്തമാണ് ഖുർആൻ. അതൊരാഴ്ചക്കുള്ള ഒരു ആത്മീയമായ ശക്തി നമുക്ക് ആ ഖുർആൻ പഠനം കൊണ്ട് കിട്ടും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള പരിശ്രമം നമ്മൾ ഏർപ്പെടുക. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, നമസ്കാരം ഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ആസ്വാദനത്തോടെ നിർവഹിക്കാൻ തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്നതാണ്. മരണത്തിന്റെ അവസാന നിമിഷം വരെയും ആ നമസ്കാരം ശരിയായി നിർവഹിക്കുന്നതിന്റെ കൂടുതൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും ഇണകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമെന്നാണ്. അള്ളാഹു, നിന്റെ ഭയാനകമായ നരകശിക്ഷ രക്ഷപ്പെട്ട് വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ സൗഭാഗ്യവാന്മാരെ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ലോകത്ത് ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു ദുരന്തമായിട്ടാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം നിലനിൽക്കുന്ന. അള്ളാഹു, ആ യുദ്ധം അവസാനിക്കുവാനും സമാധാനപൂർണ്ണമായ പരിസമാപ്തി ഉണ്ടാക്കാനും ലോകത്ത് സമാധാനം പുലരാനും അള്ളാഹു നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.